ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഒരു പുതുവർഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ഫ്രഷ് ഇയർ എല്ലാവരുടെയും മുൻപിൽ ഇങ്ങനെ തുറന്നു തന്നിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള വിവിധ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു എക്സാം, റെയിൽവേയുടെ മറ്റൊരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പേര് മാറ്റി ഇപ്പോൾ ലെവൽ 1 എക്സാം എന്ന് പറയുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് ഡി 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷേ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. കറന്റ് കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പ് ഡി ഇപ്പോഴത്തെ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ അറ്റൻഡ് ചെയ്ത കുറച്ച് പേർക്കെങ്കിലും കുറച്ചും കൂടി അറ്റംപ്റ്റ് കൊടുക്കാമെന്ന്, കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാമെന്ന് തോന്നിക്കണല്ലേ. ഏതൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നതാണ്, കുറച്ചും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇവിടെ ഈ വർഷം തന്നെ സെറ്റ് ആവുമായിരുന്നു. അപ്പോൾ അവിടെ നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. അപ്പോൾ ആ നെക്സ്റ്റ് ടൈം ഇതാ വന്നിട്ടുണ്ട്. അടുത്ത ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ റെയിൽവേ ഈ മാസം, അതായത് ജാനുവരി 21 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ. അപ്പോൾ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. അടുത്ത ജാനുവരി 21 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലുള്ള ഡൗട്ടാണ്, എന്താണ് ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്ത ഒരു കേസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ വർഷത്തെ എക്സാം ഇത്രയും ഡിലേ അല്ലേ, 3-4 മാസത്തോളം ഡിലേ ആയിട്ട് ഇപ്പോഴും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് അല്ലെങ്കിൽ ലെവൽ 1 എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ITI ആണോ അതോ 10th ആണോ 10th ക്ലാസ് ആണോ? അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ആ ഡൗട്ടുകളെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനൊരു ക്ലാരിറ്റി വരുത്താം. വരാൻ പോകുന്ന എക്സാമിൻ്റെ വേക്കൻസി, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതുവർഷമാണ്, ഫ്രഷ് ന്യൂ ഇയർ ആണ്. നന്നായിട്ട് ഈ വർഷം എല്ലാവർക്കും നല്ല രീതിയിൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി ഷോർട്ട് നോട്ടീസ് റെയിൽവേ പുറത്തിറക്കി. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ എന്താണ്? 09/2025 ആണ്. ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാം 09/2025 CEN 09/2025 ആണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പർ വരുന്നത്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 09/2025. അപ്പോൾ അതിൽ ഗ്രൂപ്പ് ഡി, ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നില്ല, ലെവൽ 1 വേക്കൻസി അല്ലെങ്കിൽ ലെവൽ 1 നോട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ലെവൽ 1ലേക്കുള്ള വേക്കൻസീസ് ഒക്കെ റെയിൽവേ റിലീസ് ചെയ്തു. എത്ര വേക്കൻസീസ്? അപ്രോക്സിമേറ്റ്ലി 22,000 വേക്കൻസീസ് ആണുള്ളത്. 22,000 പ്ലസ് വേക്കൻസീസ് ആണ് റെയിൽവേ കറന്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏജ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. റിലാക്സേഷൻ. അപ്പോൾ ഈ ഏജ് പറയുന്ന ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണെന്ന് ചോദിച്ചാൽ ജാനുവരി 1, 2026 18 മുതൽ 33 വയസ്സ് വരെ ആയവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറിയിൽ, OBC നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരുന്നവർക്ക്, NCL OBC കാറ്റഗറിയിൽ വരുന്നവർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. 36 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ SSC ST കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SSC ST കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ മറ്റ് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് അതിന് അനുബന്ധിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് അതുപോലെ ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 18 കാണുമ്പോൾ ഒരു നെറ്റ് ചുളിക്കണ്ട, ചെറിയൊരു എമൗണ്ട് അല്ല. റെഗുലർ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് 18 രൂപ സാലറി എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല. പക്ഷേ 18 അല്ല നിങ്ങളുടെ സാലറി, അത് ബേസിക് ആണ് വരിക. അപ്പോൾ ഇൻക്രിമെന്റും ബാക്കി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അതുപോലെ പുതിയ CTC വരുന്നല്ലേ, പേ കമ്മീഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും കൂടെ ആഡ് ചെയ്ത് എങ്ങനെ പോയാലും മിനിമം ഒരു 40 രൂപ സ്റ്റാർട്ടിങ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. 10th ക്ലാസ് ക്വാളിഫിക്കേഷനിൽ 40 രൂപ സ്റ്റാർട്ടിങ് കിട്ടുക, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അല്ലേ. അപ്പോൾ അത്രയും രൂപ 35 പ്ലസ് ഒരു അറൗണ്ട് 40,000 മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഗ്രൂപ്പ് ഡി. അപ്പോൾ ഇത് ആരും മിസ്സാക്കേണ്ട, കാരണം 10 ക്വാളിഫൈ ചെയ്ത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, ഏജ് ക്രൈറ്റീരിയ ഉള്ളവർക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം, എന്താണ് ക്വാളിഫിക്കേഷൻ? 10 ആണോ അതോ ITI ആണോ എന്നുള്ളത്. ഇതിനു മുൻപും റെയിൽവേ 10th ക്വാളിഫിക്കേഷൻ തന്നെയാണ്, 10th അല്ലെങ്കിൽ ITI ആണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? 10th പാസ് ആണ് അല്ലേ?
ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ് ആണ്. 10th പാസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ITA പറയുന്നുണ്ട്. 10th പാസ് അല്ലെങ്കിൽ ITA പറയുന്നുണ്ട്, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, NIC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, റെയിൽവേയുടെ അണ്ടറിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ലിബറലൈസേഷനും ഒക്കെ ഉണ്ടാകും. സോ നമ്മുടെ ക്വാളിഫിക്കേഷൻ ITA വേണമെന്നല്ല, 10th തന്നെയാണ് വരുന്ന. ഇനി കൊണ്ട് റെയിൽവേ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വരുത്തതില്ല. 10th തന്നെയാണ്. 10th ക്ലാസ് അല്ലെങ്കിൽ ITA അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 21-ാം തീയതി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ജാനുവരി 21-ന് വരും. ഫെബ്രുവരി 20 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. അതായത് ഒരു മാസം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മുന്നിലുണ്ട്. സോ ജാനുവരി 21 നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അപ്ലൈ ചെയ്ത് തുടങ്ങുക. അവസാനത്തേക്ക് വയ്ക്കാതെ എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്തു കൊള്ളുക. ഫെബ്രുവരി 20 വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഏകദേശ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ എക്സാം ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു CBT ടെസ്റ്റ് ഉണ്ടാവും അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം CBT ആണ് ഫസ്റ്റ് സ്റ്റേജ്. CBTക്ക് ശേഷം എന്താണ്, CBTക്ക് ശേഷം ഫിസിക്കൽ ഉണ്ട്. ആൻഡ് ഫിസിക്കലിന് ശേഷം DV ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ദെൻ അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കടമ്പകൾ. അതായത് ഒറ്റ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, 10 ക്വാളിഫിക്കേഷൻ മാത്രമാണ്, ഒരൊറ്റ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റേ ഉള്ളൂ. ദെൻ ഫിസിക്കലിലും വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചാടിക്കടക്കാനായിട്ട് പറ്റും. ഹൈറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ കഴിഞ്ഞാൽ തീർന്നു അല്ലേ. എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നമുക്ക് ജോലിയിൽ കയറാം. വലിയ ഡിലേ ഒന്നും വരാതെ തന്നെ റെയിൽവേ പെട്ടെന്ന് വിളിക്കുക, അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. സോ ആ ഒരു ജോലി ഈ വർഷം തന്നെ ജോലി കയറാം എന്ന സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് തന്നെ വരുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ഞങ്ങൾ മികവലി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് നിങ്ങളുടെ കൂടെ ഫുൾ സജ്ജമായിട്ട് നമ്മുടെ ടീമും ഉണ്ടാകും. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഗ്രൂപ്പ് D എക്സാമിന് എന്നത്തേക്കായിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടോ? ആ ഒരു ഡൗട്ടും വേണ്ട. കാരണം ഒരു സെപ്റ്റംബർ കഴിഞ്ഞാലൊക്കെ എക്സാം കാണുള്ളൂ. ഇപ്പോൾ ഇത്രയും ഡിലേ ആയത് ആ കേസ് ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ കറന്റ് ഗ്രൂപ്പ് D എക്സാം ഇത്രയും ഡിലേ ആയത്. സോ സെപ്റ്റംബർ ഒക്കെ കഴിയുമ്പോൾ ഗ്രൂപ്പ് D ഈ വരുന്ന ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന എക്സാം പ്രതീക്ഷ. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ലേ. നല്ല രീതിയിൽ ഫ്രം ദ ബേസ് മുതൽ പഠിച്ചു തുടങ്ങാം. സോ നമ്മുടെ കൂടെ തന്നെ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിങ്ങൾ നിൽക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ഗ്രൂപ്പ് D എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി 3 മണിക്ക് ഒരു പവർ സെഷൻ പോകുന്നുണ്ട്. 1 മണിക്കൂർ ലെങ്ത് ഉള്ള അടിപൊളി ക്ലാസ്സസുമായിട്ട് നമ്മുടെ ടീംസ് റെഡി ആയിട്ടുണ്ട്. സോ മറക്കാതെ ആ 3 മണിയുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന എക്സാമിന് അതിന് ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അടിപൊളി ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ നിങ്ങളുടെ എക്സാമിന് മുമ്പ് കവർ ചെയ്യുന്നതായിരിക്കും. സോ ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. PVQ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. നോർമൽ ക്ലാസ് എടുത്ത് പോകുമല്ല, നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും PVQ സെഷൻസും ഉണ്ടാകും. ദെൻ വീക്ക്ലി പ്രാക്ടീസ് ടെസ്റ്റ് ഇല്ലാതെ എന്ത് കാര്യം അല്ലേ. വീക്ക്ലി പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ടും ട്രിക്കുകളും എല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ കോഴ്സിന്റെ കോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് AZB ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.